Namaste children. So today we begin our class. Okay. So we learned till circulatory system we learned in the last class. In this class we are going to learn about the fourth part of skeletal system. The fourth part of skeletal system is nervous system. Nervous system has brain, the spinal cord and a network of nerves which spread all over the body. അപ്പം നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ബ്രെയിന്, സ്പൈനൽ കോഡും പിന്നെ നെർവ്സും. സ്പൈനൽ കോഡ് ഈസ് എ ലോങ് ആൻഡ് തിൻ ബണ്ടിൽ ഓഫ് നെർവ്സ് that start from medulla oblongata in the brain to vertebral column. The brain sends signals to different parts of the body through nerves. മെഡുല ഒബ്ലങ്ങേറ്റ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രെയിൻ സ്റ്റെം ആണ് ബ്രെയിനിനെ സ്പൈനൽ കോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുവഴി ബ്രെയിൻ നമ്മുടെ ബോഡിയിലേക്ക് മെസ്സേജ് സ്പൈനൽ കോഡ് വഴിയാണ് എത്തിക്കുന്നത്. അതുപോലെ ബോഡിയിലെ മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തിക്കുന്നതും സ്പൈനൽ കോഡ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, പൊള്ളി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പെട്ടെന്ന് കൈ മാറ്റൂല്ലേ? അതെന്താണ്? എന്തുകൊണ്ടാണ്? ബ്രെയിൻ നമുക്ക് സന്ദേശം തരാണ് പെട്ടെന്ന് കൈയിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെയിന് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്, ബ്രെയിൻ ഈസ് ഓൾവേസ് ഫങ്ഷനിങ്. അപ്പോൾ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് സന്ദേശം തരാണ് നമ്മൾ നമ്മുടെ കൈ പൊള്ളി പെട്ടെന്ന് കൈ മാറ്റണം എന്നുള്ള മെസ്സേജ് ബ്രെയിനാണ് തരുന്നത്. സോ ഫിഫ്ത്ത് പാർട്ട് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം. What is meant by respiration? The process of inhalation and exhalation is called respiration. In simpler form, the process of breathing in and breathing out is called respiration. അപ്പോൾ ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഇൻ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് ഇൻഹലേഷൻ. ദാറ്റ് ഈസ് വി ബ്രീത്ത് എയർ ത്രൂ our nose, isn't it? From the nose the air goes to nasal cavity. From there it goes to windpipe and at last it enters into lungs. Windpipe is also known as trachea. Trachea. What is exhalation? Breathing out carbon dioxide is called exhalation. For the lungs spreads oxygen through blood vessel and leave carbon dioxide. And from the lungs, air full of carbon dioxide is released through nose. അപ്പോൾ ലങ്സിലേക്ക് ആദ്യം ഓക്സിജനാണ് എത്തുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗം പഠിച്ച് ഇൻഹലേഷൻ. വീണ്ടും അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും അത് ലങ്സിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് നോസ് വഴി പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അതിനെയാണ് പറയണത് എക്സലേഷൻ. ദ ഫിഫ്ത്ത് പാർട്ട് ഈസ് നോൺ ആസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്സ് മൗത്ത്, ഫുഡ് പൈപ്പ്, stomach and intestines. What is meant by digestion? The process of breaking down of food into smaller forms is called digestion. So how food get digested, children? When we chew food, it breaks into smaller particles and these food particles get mixed with saliva and then it reaches to stomach through food pipe. In the stomach, they again mix with digestive juices and it passes into small intestine. From the small intestine, the body absorbs the nutrients to get energy. The waste food or undigested food goes into the large intestine and it comes out of the body through anus. ANUS. അത് ഇപ്പം പറഞ്ഞുതരും, മലയാളത്തിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഭക്ഷണം ചവച്ച് കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു അല്ലേ?
സ്റ്റൊമക്കിൽ നിന്ന് വീണ്ടും ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ സഹായത്തോടു കൂടി അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീൻസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ വലിച്ചെടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എനർജിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റിനെ വൻകുടലിലേക്ക് നീക്കും. വേസ്റ്റിനെ മാത്രം വൻകുടലിലേക്ക് നീക്കും. എന്നിട്ട് ആ വേസ്റ്റ് ആനസ് വഴി പുറം തള്ളും. ലാസ്റ്റ് പാർട്ട് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ഈസ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് കിഡ്നീസ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര. വാട്ട് ഈസ് എക്സ്ക്രീഷൻ? എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫ്രം അവർ ബോഡി ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. അപ്പോൾ വേസ്റ്റിനെ പുറം തള്ളുന്നതിനെയാണ് പറയുന്നത് എക്സ്ക്രീഷൻ. അപ്പോൾ ഏതൊക്കെയാണ് വേസ്റ്റിനെ പുറന്തള്ളുന്ന ഓർഗാൻസ് എന്ന് നോക്കാം. കിഡ്നി ഫിൽറ്റർ ദ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ബ്ലഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ. അപ്പോൾ കിഡ്നി ഒരു ഫിൽറ്ററാണ്. അത് വേസ്റ്റിനെ യൂറിനാക്കിയിട്ട് മാറ്റും. അടുത്തത് യുറേറ്റേഴ്സ്. യൂറിൻ ഗോസ് ടു യൂറിനറി ബ്ലാഡർ ത്രൂ തിൻ ട്യൂബ്സ് കോൾഡ് യുറേറ്റേഴ്സ്. അപ്പോൾ യുറേറ്റർ എന്ന് പറഞ്ഞ ആ തിൻ ട്യൂബിലൂടെയാണ് മൂത്രസഞ്ചിയിലേക്ക് പോകുന്നത്. അതിനെയാണ് പറയണത് യുറേറ്റേഴ്സ്. യുറേത്ര. അടുത്തതാണ് യുറേത്ര. ദ യൂറിൻ ഫ്രം ദ യൂറിനറി ബ്ലാഡർ ഈസ് പാസ്ഡ് ത്രൂ എ പാസേജ് കോൾഡ് യുറേത്ര. അങ്ങനെ പറഞ്ഞാൽ മൂത്രസഞ്ചിയിൽ നിന്ന് വീണ്ടും ആ മൂത്രം പുറത്തേക്ക് പോകുന്നത് യുറേത്ര വഴി ആണ്. Then children, we know which is our largest sense organ? Skin, isn't it? Skin is also a excretory organ. Why? Why skin is called an excretory organ? Because it takes out the excess water and salt from our body in the form of sweat. The sweat cools the body when our temperature is high. അപ്പോൾ സ്കിന്നും ഒരു എക്സ്ക്രീറ്ററി ഓർഗാനാണ്. അത് നമ്മുടെ ബോഡിയിലത്തെ വേസ്റ്റ്, അതായത് വിയർപ്പിനൊക്കെ പുറന്തള്ളുന്നത് സ്കിൻ വഴിയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സ്വെറ്റാണ് നമ്മുടെ ബോഡീനെ കൂളാക്കുന്നത്. ഇനി ലാസ്റ്റാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ദ ഓർഗാൻ ദാറ്റ് റീപ്രൊഡ്യൂസ് യങ് വൺസ് ഈസ് കോൾഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് അടുത്ത വർഷമാണ് പഠിക്കുക കേട്ടോ. So thank you children. So your homework is, after listening to this video, you have to, those who have textbook, you have to read the lesson, okay? And in the next class, that is tomorrow's live class, I will be asking you questions. Okay, bye. Take care children. If you have any doubt, we can discuss in the live class. Okay, take care. Bye. See you.